നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. സ്ത്രീധന പീഡന വാർത്തകൾ കാറ്റിനേക്കാൾ വേഗത്തിലാണ് പടരുന്നതെന്ന് സുപ്രീം കോടതി. സ്ത്രീധനത്തിന്റെ പേരിൽ മരുമകളെ ക്രൂരമായി പീഡിപ്പിച്ചെന്ന കേസിൽ അമ്മായിയമ്മയെ കുറ്റവിമുക്തയാക്കിയാണ് കോടതിയുടെ നിരീക്ഷണം. സ്ത്രീകൾക്ക് 3 വർഷം തടവ് ശിക്ഷ വിധിച്ച ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെയായ ഹർജിയിൽ ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. മകൾ സ്ത്രീധനത്തിന്റെ പേരിലുണ്ടായ പീഡനത്തിലാണ് മരിച്ചെന്ന യുവതിയുടെ കുടുംബാംഗങ്ങളുടെ പരാതിയിൽ IPC സെക്ഷൻ 498A പ്രകാരമാണ് അമ്മായിയമ്മക്കെതിരെ കേസെടുത്തത്. കേസിൽ സാക്ഷിയായി വിസ്തരിക്കപ്പെട്ട ഇവരുടെ അയൽവാസി യുവതിയുടെ ഭർത്താവും കുടുംബവും സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മൊഴി നൽകി. 4 ചുവരുകളിൽ നടന്ന സംഭവമായതിനാൽ അവർക്ക് നിരാകരിക്കാൻ കഴിയില്ല എന്ന് കരുതി വിചാരണ കോടതിയും ഹൈക്കോടതിയും തെളിവുകൾ തള്ളിക്കളയുകയായിരുന്നു. മരുമകൾ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടുവെന്ന വാർത്ത കാറ്റിനേക്കാൾ വേഗത്തിലാണ് പടരുന്നതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. 2001 ജൂണിലാണ് മകളെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് ആരോപിച്ച് യുവതിയുടെ കുടുംബം പരാതി നൽകിയത്. മരിക്കുന്ന സമയത്ത് യുവതി ഗർഭിണിയായിരുന്നുവെന്നും സ്ത്രീധനത്തിന്റെ പേരിൽ അമ്മായിയമ്മ ഉപദ്രവിക്കാറുണ്ടെന്ന് യുവതിയുടെ കുടുംബത്തോട് പറഞ്ഞിരുന്നുവെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. ഈ സമയം യുവതിയുടെ ഭർത്താവ് നഗരത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കേസിൽ യുവതിയുടെ ഭർത്തൃപിതാവിനെയും മാതാവിനെയും ഭർത്തൃ സഹോദരനെയും പ്രതി ചേർത്തു. വിചാരണ കോടതി ഭർത്തൃപിതാവിനെയും സഹോദരനെയും കുറ്റവിമുക്തനാക്കിയെങ്കിലും സ്ത്രീധന പീഡനം മൂലം യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് കണ്ടെത്തിയത്. വിചാരണ കോടതി വിധിക്കെതിരെ അവർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി കീഴ്ക്കോടതി വിധി ശരിവച്ചു. ഇതോടെയാണ് അവർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു.